ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല അടിപൊളി ലഡുവും നല്ല അടിപൊളി പേടയും ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ കാണണ്ടേ? പോയിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ വീഡിയോ പോയി വാച്ച് ചെയ്യണം. അതെങ്ങനെയാണെന്ന് പഠിക്കണം, വീട്ടിലെ വർക്കൊക്കെ ഈസി ആക്കണം. അപ്പോൾ അധികം ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആ മൂന്ന് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് കാണട്ടെ. ഒരു ബോള് കടലമാവ്, അത് ഒറ്റ ബോൾ തന്നെ മതി. കറക്റ്റായിട്ട് അളവിൽ ഒരു ബോള് കടലമാവ് വേണം. പിന്നെ കുറച്ച് എത്ര സ്വീറ്റ്സ് മധുരം വേണോ, അതായത് എത്ര മധുരം നിങ്ങൾക്ക് ഇഷ്ടമാണോ അതനുസരിച്ച് മധുരം. പിന്നെ ഒരു ബോള് സെയിം എത്രയാണോ കടലമാവ് എടുക്കുന്നത് അത്രത്തോളം നെയ്യ് വേണം. ഓക്കെ, അതാണ് പിന്നെ നമ്മുടെ ടോപ്പ് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട്. അപ്പം മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായാലും ഒന്നുകൂടി പറഞ്ഞുതരാം. കടലമാവ്, ഷുഗർ, പിന്നെ നെയ്യ് എത്ര കൂടുതലിടുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇത് നമ്മൾ ബേസൻ ഫ്ലോർ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പാൻ വെച്ചു. പാൻ ഹീറ്റ് ആവുന്ന സമയത്തേക്ക് അതിലേക്ക് കുറച്ച് ബേസൻ ഫ്ലോർ ആഡ് ചെയ്യുക. എന്നിട്ട് ബേസൻ ഫ്ലോറിൻ്റെ ഒരു പച്ച ചുവ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോഴും ശ്രദ്ധിക്കുക, ഒരൊറ്റ ചെറിയൊരു ബോൾ നിങ്ങൾ എത്ര അളവ് എടുക്കുന്നോ അത്രയും അളവ് ഗീ ഇതിലേക്ക് വേണം. പിന്നെ മധുരം നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ച ചുവയൊക്കെ മാറുന്ന വരയ്ക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പ്രത്യേക സ്മെല്ല് വരും. അതുവരയ്ക്കും ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കുറച്ച് മിക്സ് ചെയ്ത് വരുമ്പോൾ കുറച്ച് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ ബേസൻ ഫ്ലോർ റെഡി ആയിട്ടുണ്ടാവും. എന്നിട്ടൊന്ന് കുറച്ച് നേരം ചൂടാറാൻ വയ്ക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ ഷുഗറും നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഷുഗർ ഒരു നൂല് കയ്യിൽ പിടിക്കുമ്പോൾ ഒരു നൂല് വരത്തക്ക രീതിയിൽ ഷുഗർ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. അത് തണുപ്പിക്കാൻ വെക്കണം. അപ്പോൾ നമ്മൾ ചെറിയ പാനിൽ ഗീ മെൽറ്റ് ചെയ്ത ഗീയിലേക്ക് നമ്മുടെ ബേസൻ ഫ്ലോർ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അതിൻ്റെ ലംസ് ഒന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് എത്രത്തോളം ആഡ് ചെയ്യുന്നു അത്രത്തോളം കട്ടിയാവും. ഗീ എത്രത്തോളം ആഡ് ചെയ്യുന്നു അത്രത്തോളം അത് സോഫ്റ്റ് ആവും. അപ്പോൾ അതാണ് ഒരു ടെക്നിക്ക്. പ്രോപ്പർലി ഇങ്ങനെയല്ല ശരിക്കും പാഡ് ഉണ്ടാകുമ്പോൾ ചെയ്യാം. നമുക്കിത് ഒരു സാൻഡി ടെക്സ്ചറിലായിട്ട് ഉണ്ട പിടിക്കാനും കൂടിയായിട്ട് വേണ്ടിയിട്ടാണ്. ഉണ്ട പിടിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, കൈയൊക്കെ പൊള്ളി ഒരു പരിവാവും. കുറച്ച് നമ്മൾ ചൂടോടെ ഉണ്ട പിടിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ട പിടിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതിങ്ങനെ മിക്സ് ചെയ്തതാണ്. ഞാൻ മിക്സ് ചെയ്ത് ഇവിടെ വീഡിയോ കാണിക്കുന്നുണ്ട്. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ തരി പോലെ ഇങ്ങനെ വന്നെത്തണം. അതിൻ്റെ കുറച്ച് ഇങ്ങനെ ഡ്രൈ ആക്കി കൊണ്ടുവന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ട പിടിക്കാം. കയ്യിൽ ഗീയൊക്കെ തേച്ചിട്ട് അതിങ്ങനെ ചെറുതായിട്ട് ചൂടൊക്കെ കൈയൊക്കെ ഒരു 2-3 ഊതൊക്കെ ഊതി കൈയുടെ ചൂടൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് ഇങ്ങനെ ബോൾ പിടിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഏകദേശം നമ്മുടെ സംഭവമായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതിലേക്ക് മാറ്റിയെടുക്കാം. ഏകദേശം വെള്ളമൊക്കെ വറ്റി നല്ല മണൽ തരി പോലെ ഇങ്ങനെ മണലിങ്ങനെ വെള്ളം വീണ് കഴിഞ്ഞാൽ കാണുന്ന പോലെ ഒരു സാൻഡി ടെക്സ്ചറിൽ സംഭവമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഇത് ബോൾ പിടിച്ചെടുക്കാം. ബോൾ പിടിച്ച് അത് നമുക്ക് പേടയ്ക്കുള്ളത് മാറ്റി വയ്ക്കാം. നമുക്ക് ബോൾ പിടിച്ച് ലഡു എന്നുള്ളതും മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ പാഡ് ഉണ്ടാക്കാനുള്ള കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒരു ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണ്ട, പുറത്തെടുത്ത് വെച്ചാൽ മതി. നമ്മൾ റൂം ടെമ്പറേച്ചറിൽ എടുത്ത് വയ്ക്കുക. എന്നിട്ട് അത് കുറച്ച് കൂളാവുമ്പോൾ കണ്ട അതിൽ ഗീയൊക്കെ മുകളിൽ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ട. അത് ഞാൻ പെട്ടെന്ന് അത് കണ്ടപ്പോൾ പറഞ്ഞ കേട്ടോ. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ വയ്ക്കുക. സംഭവം കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് ഗസ്റ്റിന് സെർവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഉണ്ട പിടിക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടായിരിക്കും കേട്ടോ, കൈയൊക്കെ പൊള്ളിപ്പോയി ഫസ്റ്റ് എടുത്തപ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് കയ്യിൽ ഗീയൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ട്രൈ പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് ബോൾ പിടിച്ചെടുക്കാം. പേടയും ലഡും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുന്നൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവരും ഇതൊന്നും മിസ്സാക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും
ഒരു ബൈ പറയുന്നില്ല, ഒരു ഷോർട്ട് ബ്രേക്ക്.